ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ വണ്ടിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ നമ്മുടെ ടയറൊന്ന് പഞ്ചറായി. അപ്പോൾ ടയർ പഞ്ചറായപ്പോൾ നമ്മൾ സ്റ്റെപ്പിനെ ഒട്ടിക്കാനായിട്ട് നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ഇവിടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ അടുത്തും ഒട്ടിക്കുന്ന സ്ഥലമില്ല. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഇവരെ വിളിക്കണം, അങ്ങനെ ഒട്ടിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി വീട്ടിൽ വന്നിട്ട് ഒട്ടിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ തന്നെ പഞ്ചറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം എന്താണെന്ന് ചെയ്യാൻ പോകുന്നത്. നാട്ടിൽ നമ്മൾ പഞ്ചർ ഒട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഇതുവരെ ഒട്ടിച്ചിട്ടില്ല എന്ന് എഴുതി നമ്മൾ ഒട്ടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് സെറ്റാക്കി കഴിയണം. അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. നമുക്ക് എയർ അടിക്കാനുള്ള പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. ഇത് എയർ എങ്ങനെ അടിക്കും? അപ്പോൾ എയർ അടിക്കാനുള്ള എന്തെങ്കിലും ഒരു വിധം വഴി നമുക്കുണ്ടാവും. അത് നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റെപ്പിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കണം. നമ്മുടെ സ്റ്റെപ്പിനെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് മുറുക്കിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകേണ്ട വന്നതുകൊണ്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടില്ല. പഞ്ചറുണ്ട്. പഞ്ചറിന് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഒട്ടിക്കാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം ഇതിനെവിടെയാണ് പഞ്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കിപ്പോൾ ചെയ്യാം. ഓക്കെ, ഇത് അവിടെ ഒരു ആണി കറക്റ്റ് ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ആണി നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ആണി നമുക്ക് ഊരിയെടുക്കണം. ആണി നമ്മൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ അടുത്ത് വരുന്നില്ല. അപ്പോൾ നമ്മൾ പ്ലെയർ നാട്ടിൽ നിന്ന് വന്ന പ്ലെയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നാട്ടിൽ നമ്മൾ ഉപയോഗിച്ച പ്ലെയർ കൊണ്ടുവന്നത് അതിൻ്റെ ആകുമ്പോൾ ഇത് ഈ ആണിയാണ്. വേണ്ട, നല്ലൊരു കിടിലൻ ആണിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തായാലും എടുത്തു വയ്ക്കണം. ഇത് കളയാൻ തൽക്കാലം നമ്മുടെ വണ്ടി തന്നെ കിടക്കട്ടെ. നമ്മൾ പഞ്ചറൊട്ടിക്കാനുള്ള സാധനമൊക്കെ ഇവിടെ കടയിൽ പോയി വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എല്ലാം കൂടി വന്നത് 8 പൗണ്ടിന് സാധനം കിട്ടി. അപ്പോൾ ഇത് പൊളിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെ സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മാതിരി തന്നെ സാധനം. പക്ഷേ ഇവിടെ നമുക്ക് ഇത് വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചാൽ എവിടെയും നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ വേണ്ട, ഇതിൽ 5 നാടയുണ്ട്, സൂചിയുണ്ട്, ഇതിൽ പേസ്റ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നാട്ടിൽ പേസ്റ്റ് വയ്ക്കാൻ കണ്ടിട്ടില്ല. ഇവിടെ പേസ്റ്റ് നമുക്കുണ്ട്. അതായത് ഈ പേസ്റ്റ് അതിൻ്റെ ഇതിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ഈ പേസ്റ്റ് ഇതിൽ തേക്കും. ഞാൻ നാട്ടിലിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് പറഞ്ഞത്. നാട്ടിലിങ്ങനെ പേസ്റ്റ് വയ്ക്കാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പേസ്റ്റ് വെച്ചിട്ട് നമ്മളിതിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന്. അപ്പോൾ നമ്മൾ വെച്ചു. ഈ നാട നമുക്ക് ഇതിൽ നിന്നൊരു നാട പൊളിച്ചെടുക്കണം. ഇച്ചിരി ബലമുള്ള നാടയാണ്. ഇത് പൊളിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് ഇതിനെ ചെറുതായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം. കയറ്റിയിട്ട് ഇത് വലിച്ച് ഇതിനെ സെൻറ്റർ ആക്കണം. എന്നിട്ട് ഇത് മുകളിലോട്ട് വയ്ക്കണം. അപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ ഇതൊക്കെ താഴെ പോയി വലിക്കുമ്പോൾ ഇത് ഊരിപ്പോരുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ഞാനൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പരീക്ഷ നോക്കാം. കാരണം നമ്മൾ ഓട്ടയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അപ്പം നമ്മൾ പഞ്ചർ കുത്തിയിട്ടുണ്ട്. ഇത് പഞ്ചർ കുത്തി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി 4 നാടയിലുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളത് നമുക്ക് നോക്കാം. അത് പിടിക്കട്ടെ. ഇനി എയറടിച്ച് നമുക്ക് ചെക്ക് ചെയ്യുന്ന ഒരു പണിയുണ്ട്. ആ പണി ഒരു പണിയാണ്. നമുക്ക് എയറടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് എയറടിക്കാനുള്ള ഇതാ നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ മുറിച്ചൊന്നും കളയുന്നില്ല, അത് നിന്നോട്ടെ. ഇനി കാരണം ഒന്നാമത് ആദ്യമായിട്ട് നമ്മൾ ചെയ്തതാണ്. ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് ഇനി എന്താണ് ഇതിൻ്റെ ഇതെന്ന് അറിയില്ല. രണ്ടാമത്തെ കാര്യം, അത് മുറിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതായതുകൊണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഈ വിടവിൽ ഇതിൽ പതിഞ്ഞിരിക്കും. നല്ലൊരു ഗ്യാപ്പുണ്ട്. നമ്മളിപ്പോൾ ഇനി എയർ അടിക്കണം. എയർ അടിക്കാൻ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എയർ പമ്പ് ഉണ്ട്. ഗൾഫിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം നാട്ടിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എയറും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. അത് നമുക്കൊന്ന് അടിച്ച് നോക്കാം സെറ്റാവുന്നു. അപ്പോൾ നമ്മുടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു പണി പറ്റുമെന്ന് വെച്ചാൽ, ഞാനിതിൻ്റെ വയറിത് നീളം കുറവുണ്ടായിരുന്നു. അത് ഞാൻ നാട്ടിൽ ചാർജിങ് പോയിൻറ്റ് കുത്തിയാണ് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിരുന്നു പ്രാവശ്യം അവിടുത്തെ വണ്ടിയുടെ. അപ്പോൾ അത് മാറ്റിയിരുന്നു. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ പിന്ന് വിളിച്ചാൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പിന്നിന് നമുക്കൊന്ന് മാറ്റേണ്ട വന്നു. അതായത് ഈ വയർ നീളം കൂട്ടണം. അപ്പം ഞാനിവിടെ പോയിട്ട് ഒരു 6 മീറ്റർ വയർ വാങ്ങി
ഇതിൻ്റെ കേബിളൊക്കെ നീളം കൂട്ടി സെറ്റാക്കി ഒരു അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉപയോഗിച്ച് നോക്കിയില്ല, അടിച്ചു നോക്കിയില്ല. അപ്പോൾ ബാറ്റിൽ നിന്ന് കൊടുത്തിട്ട് നമുക്ക് അടിച്ചു നോക്കാം. വയറൊക്കെ നീളം കൂട്ടി എല്ലാ സെറ്റപ്പിലും ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതിനെ അഴിച്ചെടുക്കണം. തണുപ്പുണ്ട്, തണുത്ത കാറ്റാണ്. സമയം രാത്രി 8:30 കഴിഞ്ഞു, 9 മണി ആവാറായി. രാത്രിയാണ്, പക്ഷേ ഇവിടെ രാത്രി ആകുമ്പോൾ 10-10:30 ആവും നമുക്ക് സന്ധ്യ ആവണ മാതിരി ഇരുട്ടായി തുടങ്ങാം. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി വരുന്നുള്ളൂ. അപ്പോൾ ഒരു 10 മണിയെങ്കിലും ഇരുട്ടാവാനായിട്ട് നമ്മൾ ഇനി ഇത് ബാറ്ററി കൊടുക്കാൻ പോകണം. ബാറ്ററി കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വണ്ടി ഓണാക്കിയിട്ട് വേണം ബാറ്ററി കൊടുക്കാനായിട്ട്. ഓക്കെ, ഇത് ഓണാണ്. നമ്മളിത് പോസിറ്റീവ് നെഗറ്റീവിലാണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമുക്കിത് വെറുതെ ഒന്ന് മെഷീൻ ഓണാക്കി നോക്കാം. കുറേ നാളായിട്ട് ഓണാക്കിയിട്ട്. ഓണാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വണ്ടിയിൽ ഇത്തിരി എയർ കുറവുണ്ട്. അതായത് നമ്മൾ പഞ്ചറായപ്പോൾ മാറ്റിയിട്ടതിൽ അതൊന്ന് നമുക്ക് കുറച്ച് കയറ്റി കൊടുക്കാം. അപ്പോൾ ഇത് കാണിക്കും. ഇതിൽ എയർ ഇത്തിരി കുറവാണ്. നമ്മുടെ ഇവിടുത്തെ വണ്ടികളുടെ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ സൈഡിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ഇവിടുത്തെ വണ്ടിക്ക് ഉണ്ട്, നാട്ടിലെ വണ്ടിക്ക് ഉണ്ടോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. ഇതിൽ നമ്മൾ നോർമൽ ലോഡ്, അതായത് വണ്ടി നോർമലായിട്ടുള്ള ലോഡിലാണെങ്കിൽ ഫ്രണ്ടിൽ 32 ആണ് പോയിൻ്റ്. 220 എന്ന് പറയുന്നത് 32 ഇവിടുത്തെ ഇത്. പിന്നെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് ബാക്കാണെങ്കിൽ 32 തന്നെ. പിന്നെ മാക്സിമം ലോഡ് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ 35 ബാക്കിൽ 38 അപ്പോൾ ഇത് നമുക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ഇതാരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിവാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യം, വണ്ടിയിൽ എത്ര എയർ അടിക്കുമെന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കയറുന്ന ഡ്രൈവിങ്ങിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഡോറ് തുറക്കുമ്പോൾ തന്നെ ആ ലോക്കിൻ്റെ സൈഡിൽ താഴെയായിട്ട് ഇത് നമുക്ക് കാണാം. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് എത്ര എയർ അടിക്കണം എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ അടിക്കേണ്ടത് 38 ബാക്കിൽ അടിക്കേണ്ടത്. നമുക്ക് ലോഡ് അത്യാവശ്യം ഉണ്ടല്ലോ, നമ്മൾ 5 ആൾ കയറി പോകുന്നതല്ലേ. അപ്പോൾ 38 അടിക്കണം. ഫ്രണ്ടിലാണെങ്കിൽ 35 അടിക്കണം. ഓക്കെ, എയർ അടിച്ച് നിറയ്ക്കാൻ പോവാണ്. 0-ലാണ് കിടക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളിത് 32 വരെ പവർ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ ഇവിടെ സൈക്കിൾ എടുത്തിട്ട് സൈക്കിളൊക്കെ എയർ അടിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ ടയർ ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റാക്കി. ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് എല്ലാ സാധനങ്ങളും, ഇതിൻ്റെ ഉള്ളിൽ ടൂൾസിൽ വെക്കാനുള്ള എല്ലാ സജ്ജീകരണയിലുണ്ട്. അതുകൂടാതെ നമ്മുടെ മെഷീൻ വെക്കാനായിട്ട് ഇതിൻ്റെ സൈഡിൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സിൽ വെച്ചു, വയറും കാര്യങ്ങളും അങ്ങനെ സെറ്റാക്കി വെച്ചു. നമുക്കും ഇതാണ്. ഇതിൽ പിന്നെ സാനിറ്റൈസർ എടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇനി ഒട്ടിക്കാനുള്ള പശ, പ്ലെയർ, കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി നല്ലോണം അടച്ചു വയ്ക്കുകയാണ്. ഗ്ലൗസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് അടച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് സെറ്റായി. അപ്പോൾ ഇതുപോലെയുള്ള മറ്റു വീഡിയോകളും, അങ്ങനെ ഇവിടെ UK വന്നു കഴിഞ്ഞപ്പോൾ പഞ്ചർ ഒട്ടിക്കാനും പഠിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും വ്യത്യസ്തമായ വീഡിയോകളൊക്കെ വരും. ഒരുപാട് വെറൈറ്റി വീഡിയോകൾ, ഒരുപാട് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും വെറൈറ്റി. റാഫേൽ, ടാറ്റാ, ബൈ ബൈ, സീ യു.